الحمد لله الحمد لله الذي خلق الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك يا سيدنا يا رسول الله. صلى الله وسلم عليك يا حبيبنا يا رسول الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم الجنة تحت أقدام الأمهات. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. ما لي مررت على القبور مسلما خبر الحبيب فلم أرد جوابي
يا كبر مالك لا تجيب مناديا أمللت بعدي خلة الأحباب وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العرش صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. സമാദരണീയനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ ഷാർജ KMCCയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ്, ബഹുമാന്യനായ ആദരണീയനായ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്തു കൂടിയായ അബ്ദുൽ ഖാദർ ചക്കനാത്ത്, ഈ പുണ്യമായ സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ ഷാർജ KMCCയുടെ പ്രസിഡന്റ് ഹാഷിം നുഴഞ്ഞേരി, ബഹുമാന്യനായ പ്രിയപ്പെട്ട സുഹൃത്ത് തൃശൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയും ബഹുമാന്യരായ മുൻ പ്രഭാഷകർ മുഴുവനും അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലങ്ങളെയും സേവന മണ്ഡലങ്ങളെയും എപ്പോഴും അനുഭവിച്ചറിയുന്ന, ആ സേവനത്തിന്റെ മാധുര്യം തിരിച്ചറിഞ്ഞ അതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുന്ന ബഹുമാന്യനായ എൻ്റെ സുഹൃത്തു കൂടിയായ ഇവിടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ബഹുമാന്യനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, ബഹുമാന്യനായ ഷാർജ KMCCയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്ത് KH അഷ്റഫ് സാഹിബ്, ബഹുമാന്യനായ അബ്ദുള്ള സാഹിബ്, ഈ വേദിയിൽ ഉപവിഷ്ടരായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖ് വഴിയോരം, ഷാർജ KMCCയുടെ തൃശൂർ ജില്ലാ KMCCയുടെ കർമ്മനിരതരായ ഊർജ്ജസ്വലരായ പ്രവർത്തകരെ, വളരെ ആഗ്രഹത്തോടെ ഈ പുണ്യമായ സദസ്സിൽ ഉപവിഷ്ടരായ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ നന്മയുടെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ
നന്മകളും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഷാർജ തൃശൂർ ജില്ലാ KMCCയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു ഏകദിന മതപ്രഭാഷണ വേദിയിൽ പ്രിയപ്പെട്ട ഉമ്മ രണ്ടാം ഭാഗം എന്ന വിഷയാധിഷ്ഠിത ശീർഷകത്തിന്റെ കീഴിലാണ് നാം ഇവിടെ പ്രഭാഷണം നടത്തുക. യഥാർത്ഥത്തിൽ മാതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉമ്മ എന്ന രണ്ട് വാക്ക് സമാനതകളില്ലാത്ത, പര്യായങ്ങളില്ലാത്ത, ആഖ്യാനങ്ങളില്ലാത്ത, ഒരു തൂലികത്തുമ്പുകൾക്ക് എഴുതി തീർക്കാൻ കഴിയാത്തിടത്തോളം വ്യാപൃതമായ, വ്യാഖ്യാനരഹിതമായ രണ്ട് വാക്കുകൾ. യഥാർത്ഥത്തിൽ അവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അത് കഴിഞ്ഞാലും അവന്റെ ഇഹപര ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത നമ്മുടെ സൃഷ്ടിപ്പിന്റെ തന്നെ പ്രധാനപ്പെട്ട കാരണമായൊരു കഥാപാത്രം. അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ഇന്നേ വരെ നമ്മൾ ആരും സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ പ്രിയപ്പെട്ട ഉമ്മ രണ്ടാം ഭാഗം, ആദ്യമായി പ്രിയപ്പെട്ട ഉമ്മ ഒന്നാം ഭാഗം ഞാൻ മലപ്പുറം ജില്ലയിലെ കുണ്ടിൽപ്പാറയിൽ വെച്ചാണ് പ്രഭാഷണം നടത്തുക. കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദേശത്തും വിദേശത്തുമുള്ള ആയിരക്കണക്കിന് ഉമ്മമാർക്ക് ജീവിതത്തിൽ ഒരു സാന്ത്വനമായി അൽഹംദുലില്ലാ ആ പ്രഭാഷണം മാറാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഞാൻ വല്ലാതെ കൃതാർത്ഥനാണ്. ഞാൻ അക്കാര്യത്തിൽ പൂർണ്ണ സന്തുഷ്ടനുമാണ്. തൃശൂർ ജില്ലാ KMCCയുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രഭാഷണം ഷാർജയിൽ നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്ത് അബ്ദുൽ ഖാദർ സാഹിബ്, ഞാൻ എവിടേക്കോ വരാൻ കാരണക്കാരനായി ഈ ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഗസാലി സാഹിബ് ഒരു വിഷയം പറയുമ്പോൾ ആദ്യമായി എന്നോട് പറഞ്ഞ വിഷയം ഞങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നു, പ്രിയപ്പെട്ട ഉമ്മയുടെ രണ്ടാം ഭാഗം പറയണം എന്നെ നിർബന്ധിച്ചത് അവർ രണ്ടുപേരുമാണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ രണ്ടാം ഭാഗം ഞാൻ പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജോലി തിരക്കുകളുടെ ഇടയിൽ ഉറങ്ങേണ്ട ഒരു സമയം. ആ സമയത്ത് 2 മണിക്കൂർ ഇവിടെ വന്നിരിക്കുമ്പോൾ തിരിച്ചു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ ചെയ്യാൻ കഴിയുന്ന സ്നേഹസദസ്സായി അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മയുടെ സ്മരണകളും സ്മൃതികളും നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നു. വളരെ വികാരാധീനനായി ബഹുമാനനായ സുഹൃത്ത് അഡ്വക്കേറ്റ് ഗസാലി തന്റെ ഉമ്മയെക്കുറിച്ച് വിതുമ്പി പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു. 1.5 വയസ്സ് പ്രായമുള്ളപ്പോ ചെറുപ്രായത്തിലെ വൈദവ്യത്തിന്റെ പ്രാരാബ്ദം പേറി സ്വന്തം മക്കളെ വളർത്താൻ വേണ്ടി വേറൊരു വിവാഹ ജീവിതത്തെ സ്വപ്നം കാണാതിരുന്ന ഉമ്മയുടെ കഥ ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് കേട്ടപ്പോൾ വിതുമ്പിയത് ഞാനാണ്. കാരണം എന്റെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെടുമ്പോ ഞാൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ 6 മാസം പ്രായമാണ്. 1.5 വയസ്സ് വരെ ഗസാലി സാഹിബ് വാപ്പയെ കണ്ടുവെങ്കിൽ 1.5 മണിക്കൂർ പോയിട്ട് 1.5 സെക്കൻഡ് പോലും പിതാവെന്ന് പറയുന്ന മുഖം ജീവിതത്തിൽ കാണാൻ കഴിയാത്തൊരു നിർഭാഗ്യവാനാണ് ഞാൻ. 1.5 വയസ്സുള്ള എന്റെ ജ്യേഷ്ഠനെ ഉമ്മയുടെ ഒരു കൈയിലും 6 മാസം പ്രായമുള്ള എന്നെ വയറിന്റെ ഉള്ളിലും. പതിനെട്ടാമത്തെ വയസ്സിൽ വൈദവ്യം പേറി പിന്നീടൊരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇതുവരെയും മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു ഉമ്മയുടെ മുമ്പിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ ഞാൻ എന്റെ ഈ വിഷയം സമർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മമാർ ഖബറിൽ ഇരുന്നു കൊണ്ട് ഈ പുണ്യമായ സദസ്സ് അവർ കാണുന്നുണ്ടാവും. അല്ലാഹു അവർക്ക് അതിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ സാധാരണ പെൺകുട്ടികൾ ഗർഭിണികളാകുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയുന്ന ഒരു വാക്കുണ്ട്, പ്രഗ്നൻസി ട്യൂബിലാണ്, അതുകൊണ്ട് കുട്ടിയെ കിട്ടാൻ സാധ്യത കുറവാണ്. മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഒരു ട്യൂബിൽ കുട്ടി ജനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളും മറ്റൊരു ട്യൂബിലൂടെ പരിചയപ്പെട്ടവരാണ്, യൂട്യൂബിലൂടെ. പരസ്പരം കണ്ടിട്ടില്ല. എല്ലാ രാത്രികളിലും ഞാൻ ഇന്നലെ വന്നപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദെ കിടക്കുമ്പോൾ തലയിണയുടെ ഭാഗത്ത് നെറ്റിലൂടെ യൂട്യൂബിൽ ആ പ്രസംഗം കേട്ടിട്ടാണ് രാത്രി ഉറങ്ങുക.
പിന്നീട് ആ ടെൻഷനൊക്കെ മാറിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും യഥാർത്ഥത്തിൽ നമ്മുടെ ഉമ്മയുടെ കൈപിടിച്ചാണ് നമ്മൾ വളർന്നു വന്നത്. പ്രവാസ ജീവിതത്തിന്റെ ഈ കഷ്ടപ്പാടുകളുടെ, പ്രതിസന്ധികളുടെ, വൈതരണികളുടെ, വൈഷമ്യങ്ങളുടെ, കണ്ണീരിന്റെ ഇടയിലൂടെ നടക്കുമ്പോൾ പ്രവാസിയുടെ ജീവിതം, യഥാർത്ഥത്തിൽ പ്രവാസി വലത്തെ കണ്ണിലൂടെ ഒലിച്ചു വരുന്ന സ്വന്തം കണ്ണുനീർ തന്റെ കൈകൊണ്ട്, വലത്തെ കൈകൊണ്ട് തുടച്ചു മാറ്റി ആ കണ്ണുനീരറിയാതെ തന്റെ വിരൽത്തുമ്പ് കൊണ്ട് മറ്റൊരുത്തന്റെ കണ്ണീര് തുടച്ചു മാറ്റുന്ന വിശാല മനസ്കതയുടെ ഉടമയാണ് പ്രവാസി. പ്രവാസിയെ കുറിച്ച് പറയാൻ KMCCയുടെ സദസ്സിൽ നിൽക്കുമ്പോൾ ഒറ്റ വാക്കേയുള്ളൂ. അവന്റെ സ്വന്തം വിഷമങ്ങൾ, അവന്റെ കണ്ണുനീര് അവൻ ആരും അറിയാതെ മെല്ലെ കുനിഞ്ഞു നിന്ന് തുടച്ചു മാറ്റും. നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു പ്രയാസവുമായി തന്റെ മുമ്പിൽ വരുമ്പോൾ അവന്റെ കണ്ണുനീർ തന്റെ സ്വന്തം വിരലുകൾ കൊണ്ട് തുടച്ചു മാറ്റി കരഞ്ഞ് കരഞ്ഞ് തീർക്കുമ്പോഴും മറ്റൊരുത്തന്റെ സന്തോഷമാണ് തന്റെ ജീവിതത്തിന്റെ, ഹൃദയത്തിന്റെ കുളിരെന്ന് തിരിച്ചറിയുന്ന പ്രവാസി. നാട്ടിലെ ഏതൊരു സ്ഥാപനങ്ങളുടെയും അടിത്തറയായി മാറുന്ന പ്രവാസി. ആ പ്രവാസിയുടെ മുമ്പിൽ എല്ലാ കഷ്ടപ്പാടുകളും മാറ്റാൻ അറബിക്കടലിന്റെ അലമാലകൾ താണ്ടി നാം ഇവിടെ എത്തുമ്പോ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ അവസാനം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് പിരിയണം. നമ്മളെല്ലാവരും ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അത്രേ ഏറ്റവും നല്ല സുഹൃത്താരാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, ഏറ്റവും നല്ല സുഹൃത്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഓർമ്മിപ്പിക്കാതെ ഏത് സമയത്തും അവന് വേണ്ടി ദുആ ചെയ്യുന്നവനാണ്, നിന്നെ ഓർത്ത് ദുആ ചെയ്യുന്നവനാണ്, ഏത് പ്രാർത്ഥനയിലും അവരെ കൂടി ഉൾക്കൊള്ളുന്നവനാണ് ഏറ്റവും നല്ല സുഹൃത്തെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് ഞാനാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഏത് രാത്രിയിൽ ദുആ ചെയ്താലും പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഇന്നേ വരെ എന്റെ ഒരു സദസ്സ് അവസാനിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോ എന്റെ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് ഞാനാണ്. ഇപ്പോ വേറെ സുഹൃത്തുക്കൾ ഉണ്ടാവാം. അള്ളാഹു നമ്മെ ഇരുവരെയും നല്ല സുഹൃത്തുക്കളാക്കി ഇവിടെ നിന്ന് ചൊവ്വാഴ്ച ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകും. പോയാലും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഓർമ്മിപ്പിക്കാതെ മനസ്സിലോത്ത് ദുആ ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം, ദുആ ഉണ്ടാവണം എന്ന ഒരു ആഗ്രഹത്തോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത, സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രസ്ഥാനമായി മാറിയ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആര് എത്ര നിഷേധിച്ചാലും സമാനതകളില്ലാതെ ഒരു രാഷ്ട്രീയ മേഖലകളെ ജീവകാരുണ്യ ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് KMCC. അള്ളാഹുവിന്റെ പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇടയിൽ സൂചിപ്പിച്ചു കൊള്ളാമെന്ന ദുആയോടുകൂടി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെന്താ ആമീനില്ലാത്ത? ആമീനല്ലാതെ വേറെ ഒരു ഔഷധവും നമ്മുടെ കയ്യിലില്ല, വേറൊന്നുമില്ല. ആകെയുള്ളത് ആമീൻ മാത്രം. ആ 3 അക്ഷരങ്ങളുടെ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റാൻ ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഞാനൊരു പ്രഭാഷണത്തിന് വേണ്ടി വന്നതല്ല, ഞാനൊന്ന് വിശ്രമത്തിന് വേണ്ടി വന്നതാണ്. നാട്ടിലെ തിരക്കുകളുടെ ഇടയിൽ നിന്ന് കുറച്ചുനാൾ പ്രവാസികളുടെ കൂടി, അപ്പോ ഗസാലി സാഹിബ് വരുന്നതിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖ് ഉണ്ട്, എല്ലാവരുമായി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വന്ന രീതിയിൽ ഷാർജയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അബുദാബിയിൽ വന്നപ്പോ ഇവിടെ ഒരു പ്രഭാഷണത്തിന് ക്ഷണിച്ചെങ്കിലും വരാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് ഷാർജ KMCCയുടെ ഒരു പരിപാടിക്ക് വരണമെന്നൊരാഗ്രഹം ഉണ്ടാവുകയും ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ബഹുമാനായ അഷ്റഫ് സാഹിബിന്റെ മകന്റെ കല്യാണത്തിന് ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോകുമ്പോൾ അവിടെ വെച്ച് തീരുമാനിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട്. അള്ളാഹു നല്ല കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ പ്രിയപ്പെട്ട ഉമ്മ, 2ാം ഭാഗം എന്ത് പറയണം എന്ന് ഇന്നലെ പ്രസംഗമില്ലാത്തൊരു ദിവസം, ഇന്ന് രാവിലെ ബഹുമാനായ എന്റെ സുഹൃത്ത് അബ്ദുൽ ഖാദർ സാഹിബ് ഉസ്താദെ അടിപൊളിയാക്കണം, 1ാം ഭാഗം പോലെ തന്നെ ആവണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ റൂമിലിരുന്ന്, ഷാർജ പ്ലാസ ഹോട്ടലിന്റെ റൂമിൽ, പ്രിയപ്പെട്ട ഉമ്മ 2ാം ഭാഗം എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോ രാവിലെ അബ്ദുൽ ഖാദർ സാഹിബ് വന്നു. ഞാൻ ചോദിച്ചു, പത്രം ഒന്നുമില്ലേ? കുറെ കഴിഞ്ഞപ്പോ പത്രം വന്നു.
ആദ്യം തന്നെ തുറന്നപ്പോ കണ്ടത് ഇന്ന് ലോക വനിതാ ദിനമാണ്. ലോക വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം 1960 ലണ്ടനിലെ ഒരു നെയ്ത്തുശാലയിലെ കുറെ വനിതകൾ തങ്ങളുടെ തൊഴിലവകാശ സംരക്ഷണ നിയമം പാസാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലണ്ടനിൽ നടത്തിയ ഒരു റാലിയുടെ ചുവട് പിടിച്ചുകൊണ്ട് മാർച്ച് 8-ാം തീയതി ലോക വനിതാ ദിനമായി പൊതു അവധിയായി USSR പ്രഖ്യാപിക്കുകയും പിന്നീട് മാർച്ച് 8-ാം തീയതി എല്ലാ വർഷവും ലോക വനിതാ ദിനമായി ആചരിക്കപ്പെടുന്ന ലോക വനിതാ ദിനത്തിനാണ് യഥാർത്ഥത്തിൽ വനിതകളുടെ തന്നെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഭാഗധേയമായ പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയം ഉണ്ടായത് എന്നൊരു ആകസ്മികമാണോ ഒരു യാദൃശ്ചികതയാണോ എന്നെനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഇതൊരു യാദൃശ്ചികതയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്താണ് പറയേണ്ടതെന്നറിയാണ്ട് രാവിലെ പത്രമെടുത്തു നോക്കുമ്പോഴാണ് തൃശൂർ ജില്ലാ KMCC നടത്തുന്ന ഈ പരിപാടിയിൽ തൃശൂർ ജില്ലയുടെ തൊട്ടടുത്ത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ 10 മക്കളെ നൊന്തു പ്രസവിച്ച ഒരു ഉമ്മ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലൂടെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരുമായി ഇറങ്ങി വരുന്ന ഒരു ചിത്രം കണ്ടു ഇന്നത്തെ പത്രത്തിൽ. അതൊരു അമ്മയല്ല, അതൊരു ഉമ്മയായിരുന്നു എന്നത്. ആ ഉമ്മ 10 മക്കളെ നൊന്തു പ്രസവിച്ചതാണ്. 10 മക്കളെ നൊന്തു പ്രസവിച്ച ഉമ്മ ഏറ്റെടുക്കാൻ ആളില്ലാതെ അവിടുത്തെ വൃദ്ധസദനത്തിന്റെ ഇടനാടികളിലൂടെ തള്ളപ്പെട്ട് ആ വൃദ്ധസദനത്തിൽ തന്റെ ഇടനടഞ്ഞ ഇടനാടികളിലേക്ക് നോക്കി ജീവിതത്തിന്റെ നിശ്വാസങ്ങൾ തള്ളി നീട്ടിയ ഉമ്മയെ വൃദ്ധസദനത്തിന് ദ്രോഹിക്കാനെത്തി അവരുടെ മകൻ. വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ഉമ്മയെ വൃദ്ധസദനത്തിലെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിച്ചില്ല മകൻ. ആ മകൻ ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നത് മറ്റൊരു കൗതുകം. ആ മകന്റെ അസ്വസ്ഥതകൾ കാരണത്താൽ വൃദ്ധസദനത്തിന്റെ ഉടമ ഉമ്മയെ ഇറക്കിവിട്ടു പെരുവഴിയിലേക്ക്. വൃദ്ധസദനത്തിൽ പോലും എനിക്കെന്റെ മകനെ കാരണത്താൽ താമസിക്കാൻ കഴിയുന്നില്ല എന്ന പരാതിയുമായി എറണാകുളം നഗരത്തിലെ അരദിനതര മെട്രോപൊളിറ്റൻ സിറ്റികളുടെ നാഗരികതയിലോട്ട് കാലെടുത്ത് നടന്നു പോകുന്ന എറണാകുളം നഗരത്തിലെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് വൃദ്ധസദനത്തിൽ പോലും എന്റെ മകനെ കാരണത്താൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നീതി തേടിക്കൊണ്ട് കാക്കിക്കുള്ളിലെ മനുഷ്യഹൃദയത്തെ നോക്കിപ്പോയ ഉമ്മയുടെ മുമ്പിൽ ആ പോലീസ് മേധാവി മക്കളെ വിളിച്ചു വരുത്തിയത്രേ. രാഷ്ട്രീയക്കാരനായ മകൻ കതർ നോക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്ത്രധാരണമായി നാട്ടിലെ മുഴുവൻ ആളുകളുടെ കണ്ണീരൊപ്പാൻ ചിരിയുമായി ഓടിയെത്തുന്ന രാഷ്ട്രീയ നേതാവായ മകന് സ്വന്തം ഉമ്മയുടെ കണ്ണുനീര് കാണാൻ കഴിഞ്ഞില്ല. ആ നാട്ടിലെ കുടിവെള്ളത്തിന് വേണ്ടി ഓടി നടക്കുന്ന രാഷ്ട്രീയക്കാരനായ മകന് സ്വന്തം ഉമ്മ ഒരു നേരത്തെ വെള്ളമില്ലാതെ കിടക്കുന്നത് കാണാൻ ആ മകന് കണ്ണുണ്ടായില്ല. ആരെ കണ്ടാലും പുഞ്ചിരിയോടെ നടന്നു നിൽക്കുന്ന നാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയക്കാരനായ മകന് തന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ സ്വർഗത്തിന്റെ വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഹൃദയത്തിന്റെ ഒരു അകമ്പൊരുളായി കടന്നുപോയില്ല. പോലീസ് മേധാവി നിങ്ങളുടെ മകനെ ഉമ്മയെ നിങ്ങൾക്ക് സ്വീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ പദാവലിയുടെ ഇടയിൽ വായിച്ച് ഞെട്ടിത്തെരിച്ചു പോയൊരു വാക്കുണ്ട്. ആ മകൻ പറഞ്ഞ മറുപടി, ഞാനല്ലാതെ 9 മക്കൾ കൂടി ബാക്കിയില്ലേ, എന്റെ കയ്യിൽ ഉള്ള പൈസ മാസാമാസം ഞാൻ തരാം, ബാക്കി മക്കൾ ഏറ്റെടുത്തുകൊണ്ട് പോകട്ടെ എന്ന്. പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ ഒരു മാതാവിന്റെ ജന്മമെന്ന് പറയുന്ന ലോകത്ത് പകരം വെക്കാനില്ലാത്ത ഏറ്റവും വലിയ ഉപകാരത്തെ മാസാമാസം തന്റെ കൈവിരലുകൾ കൊണ്ട് തെന്നിമാറ്റുന്ന നോട്ട് കഷണങ്ങൾ മാത്രം വില പറയാൻ കഴിയുന്ന അവസ്ഥയിൽ മാതാവും മക്കളും തമ്മിലുള്ള ബന്ധം ഈ ലോകത്ത് വിലപേശലിന്റെ എല്ലാം കമ്പോളവൽക്കരണമായി മാറിയ കച്ചവടവൽക്കരണമായി മാറിയ ലോകത്ത് മാതാവിനോടുള്ള ബന്ധമേതെന്ന് ചോദിച്ചാൽ അത് വെറും നോട്ടുകളുടെ മാത്രം ചിതറിക്കൊടുക്കുന്ന നോട്ടുകളുടെ എണ്ണത്തിൽ മാത്രം ഒരു മാതൃബന്ധത്തിന് വിലപേശാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ലോകം മാറി എന്ന ഏറ്റവും പുതിയ ഒരു വാർത്തയുടെ മുമ്പിൽ ലോക വനിതാ ദിനം മാർച്ച് 8 ഒരിക്കൽ കൂടി കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വന്നവനാണെങ്കിൽ ആ വന്നവനെ സമത്തോളം അവന്റെ മാതൃത്വം എന്ന് പറയുന്ന മാതാവെന്ന് പറയുന്ന അമ്മയെന്നുള്ള 2 അക്ഷരത്തിൽ ഈ ബ്രഹ്മാണ്ഡ സാഹിത്യമൊക്കെ കുറിപ്പതായി എന്ന് മലയാളത്തിന്റെ കവി പറഞ്ഞിട്ടുണ്ട്. ഉമ്മ എന്ന 2 അക്ഷരത്തിലാണ് ഈ ലോകത്തിന്റെ എല്ലാം സ്പന്ദനങ്ങൾ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിക്കുകയാണ്, ഉമ്മയെ മറക്കരുത്. ഉമ്മ മറക്കാനുള്ളവളല്ല. യഥാർത്ഥത്തിൽ ഈ വിഷയം പറയുമ്പോ പ്രിയപ്പെട്ട ഉമ്മ എന്ന എന്റെ വിഷയം കേട്ട് ധാരാളം ഉമ്മമാർ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്.
പക്ഷെ ധാരാളം ആളുകളുടെ ഭാര്യമാർ എന്റെ ശത്രുക്കളായി എന്നുള്ള വേറെ സത്യമാണ്. ഞാൻ പെരിന്തൽമണ്ണയിൽ സിദ്ദീഖ് സാഹിബ് റിസോർട്ട് ഉണ്ട്, അവിടെയാണ് ഞാൻ താമസിക്കുക. ഒരു ഭാര്യ എന്നോട് വന്ന് പറഞ്ഞു, ഉസ്താദ് ഇമാതിരി ദ്രോഹം നിങ്ങൾ എന്തിനാണ് നമ്മളോട് ചെയ്തത്? ഇപ്പൊ ഭർത്താവിന്റെ ഉമ്മ വല്ലാത്ത അർഷിന്റെ മുകളിലായിപ്പോ. കബീർ ഉസ്താദ് ബാക്കവി അത് സംസാരിച്ചപ്പോ ഉമ്മമാരെന്താ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഇൻഷാ അല്ലാഹ് രണ്ടാം ഭാഗത്തിൽ എനിക്ക് അതിന്റെ ബാക്കി വേറെ ചില കാര്യങ്ങളും കൂടി പറയേണ്ടതുണ്ട്. അത് ഉമ്മമാരും കൂടി കേൾക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് എന്റെ അടുത്ത പ്രഭാഷണം ഇനി സ്നേഹപൂർവ്വം സഹധർമ്മിണിയോട് എന്ന് ഭാര്യമാർക്ക് വേണ്ടിയാണെന്ന് മെല്ലെ ആശ്വസിപ്പിച്ച് ഞാൻ പറഞ്ഞു വിട്ടു. ധാരാളം സഹോദരിമാർ ഇപ്പൊ ഭർത്താവിന് വല്ലാത്ത സ്നേഹം ഉമ്മയോടാണ്. ഒരു വിധത്തിലൊക്കെ ഞാൻ ആ കൊളുത്ത് വലിച്ചു മാറ്റി വെച്ചതാ. ഇത് രണ്ടും ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. ഞാൻ ആദ്യമായി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഉമ്മ അത് ഭൂമിയിൽ മാത്രമാണോ? ഖബറിൽ ഉമ്മ ഉണ്ടാകുമോ? പരലോകത്ത് നാം സൂര്യന്റെ താഴെ ഒരു ചാൺ മുകളിൽ താഴെ നിൽക്കുമ്പോ അന്ന് നമ്മുടെ ഉമ്മയെ നമ്മൾ കാണുമോ? ഹിസാബിന്റെ അവസ്ഥയിൽ മകൻ പൊട്ടിക്കരയുമ്പോൾ ഇവിടുത്തെ കരച്ചിലുകൾ മാത്രമാണോ ഉമ്മയുടെ കണ്ണ് നിറയുക? അത് അവിടെയും ഉമ്മ ഉണ്ടാകുമോ? സിറാത്ത് എന്ന പാലം കടക്കുമ്പോൾ നമ്മുടെ ഉമ്മയെ തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയുമോ? സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലെത്തുമ്പോ അവിടെ നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മുടെ ചാരത്തുണ്ടാകുമോ? അതല്ല നരകത്തിലാണെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കാം? ഇൻഷാ അല്ലാഹ് തുടക്കം മുതൽ ഒടക്കം വരെ ഫി ലൗഇൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിൽ ഉമ്മയുടെ ഗർഭാശയം മുതൽ സ്വർഗം വരെ ഉമ്മയും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഖുർആന്റെ വെളിച്ചത്തിൽ ഞാൻ ഒന്നുകൂടി പറയാൻ ശ്രമിക്കുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ആമീൻ ഇല്ലല്ലോ, എന്തിട്ടായത്? ഇവിടെ വന്നപ്പോ ആമീനൊക്കെ മറന്നുപോയാ? ഏറ്റവും കൂടുതൽ ആമീൻ പറയുന്നത് പ്രവാസികളാണ്. അള്ളാഹു ഈ വെള്ളിയാഴ്ച ദിവസം സാധാരണ പ്രവാസികൾക്ക് 4 വക്കത്ത് മാത്രമുള്ള സമയമാണ് വെള്ളിയാഴ്ച, സുബഹി ഉണ്ടാവാറില്ല. അപ്പൊ ആ ഒരു വിശ്രമത്തിന്റെ ദിവസം ഇവിടെ എത്തുമ്പോ പരമാവധി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാനാണ്. സൃഷ്ടികർമ്മം എന്ന് പറയുമ്പോൾ അതിന് 2 ഭാഗമാണുള്ളത്. ഒന്ന്, മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. പക്ഷേ ആ സൃഷ്ടിപ്പ് ഭൂലോകത്തിലേക്ക് അല്ലാഹു നൽകിയ മാധ്യമമാണ് ഉമ്മ. നമ്മുടെ സൃഷ്ടാവ് അല്ലാഹുവാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ മഹത്തായ ഒരു കർമ്മമായ സൃഷ്ടിപ്പിനെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യ ജന്മമായി നമ്മളെ മാറ്റിയത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും നേരെ ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തതല്ല. ആദം ഹവ്വ ദമ്പതികൾക്ക് ശേഷമുള്ള മനുഷ്യരെ ഒരു മാതാവിന്റെ ഗർഭാശയം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിലൂടെയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് ഭൂജാതരാക്കിയത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഞാൻ ആദ്യമായി ഓതിയ ഒരു ആയത്ത് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹാസത്യം 2 ആയത്തുകളെ അല്ലാഹു ചേർത്ത് പിടിക്കുകയാണ്. അല്ലാഹുവിനെയും ഉമ്മയെയും അല്ലാഹു ഖുർആനിന്റെ 2 ആയത്തുകളിൽ ചേർത്ത് പിടിച്ചു പറയുന്ന ഒരു വലിയ സന്ദേശമാണ് വിശുദ്ധമായ ഖുർആന്റെ ഒരായത്ത്. വളരെ ഗൗരവത്തോടെ നിങ്ങൾ കേൾക്കണമെന്ന ഓർമ്മക്കുറിപ്പോടെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അല്ലാഹ് പറയുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചതോർക്കുന്നില്ലയോ? ഓ മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചതോർക്കുന്നില്ലയോ? അല്ലാഹു മനുഷ്യനെ എവിടെ നിന്നാണ് സൃഷ്ടിച്ചത്? മിൻ സുലാലത്തിൻ മിൻ തീൻ,
നല്ല കളിമണ്ണിന്റെ സത്തയിൽ നിന്നല്ലയോ? അള്ള പറയുകയാണ്, മനുഷ്യ മനുഷ്യ, മാനവാ മാനവാ മാനവാ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ്. സൃഷ്ടിപ്പിന്റെ ആദ്യ ഘട്ടം അള്ള പറയുമ്പോ ഞാൻ നിന്നെ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് സൃഷ്ടിച്ചു. ഇനി രണ്ടാമത് അള്ള പറയുന്ന ആരെയാണെന്നറിയോ? ആരെയാ? ഉറങ്ങാൻ വന്ന ഞാൻ വാള് പറയുമ്പോ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകലല്ല, കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് പറയണം, എന്നാലേ കൽബെടുക്കൂ. ഇത് ഞാൻ പറയാ, നിങ്ങൾ കേൾക്കാൻ നല്ല തണുത്ത പിശറൻ കാറ്റുകൊണ്ട് ഉറങ്ങാൻ നല്ല സുഖം. നല്ല തണുത്ത കാറ്റുണ്ട്. എന്റെ ഈ രാഗവും ഈ കാറ്റിന്റെ ഈണവും കൂടി ആകുമ്പോ ഉറങ്ങാൻ നല്ല സുഖമാണ്. അമ്മാതിരി ആവരുത്. അള്ളാഹു ആദ്യം ഒരായത്ത് പറയുമ്പോ അത് പഠിക്കണമെങ്കിൽ നമ്മളൊരു അധ്യാപകനും ഒരു കുട്ടിയാവണം. വെറുതെ കേട്ടിരിക്കുമ്പോ അത് നമ്മുടെ മനസ്സിലോട്ട് ഇറങ്ങില്ല. ആദ്യം വലക്കത് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കീത്തൽ മോറെന്ന ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യശാസ്ത്രജ്ഞനെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ച 4 ആയത്താണിത്. കീത്തൽ മോറെന്ന ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യശാസ്ത്രജ്ഞനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 ആയത്തുകളാണ് സിട്ടിപ്പിനെ കുറിച്ച് പറയുന്ന ആയത്ത്. ഒരു മനുഷ്യന്റെ സിട്ടിപ്പിനെ അള്ള പറയുക, ഞാൻ മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അള്ളാഹു അവിടെ ആരെയാ പറയുക? ആരെ പറയാ? അള്ളയെ കുറിച്ച് തന്നെ. 5 നേരം നമ്മൾ ആരാധിക്കുന്ന, ആർക്കു വേണ്ടിയാണോ ജീവിതത്തിന്റെ ഇബാദത്തുകൾ ചെയ്യുന്ന അള്ളാഹുവിനെ ഒറ്റ ആയത്തിന് പരിചയപ്പെടുത്തി അള്ളാഹു പിന്നെ പറയുന്നത് ആരെയാ? ഉമ്മയാണ്. അള്ളാഹ്ക്ക് ശേഷം മാതാപിതാ ഗുരു ദൈവം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. മാതാവ് പിതാവിനെ കാട്ടിത്തരും, പിതാവ് ഗുരുവിനെ കാട്ടിത്തരും, ഗുരു ദൈവത്തെ കാണിച്ചു തരുമെന്നുണ്ട്. നമ്മുടെ കൺമുമ്പിലുള്ള ദൈവമായി മാതാപിതാക്കളെ പറയുന്ന ഒരു ചൊല്ല് നമ്മുടെ ഇടയിലുള്ളപ്പോ യഥാർത്ഥത്തിൽ ആ ഒരു പഴഞ്ചൊല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യത ഖുർആനാണ്. അള്ളാഹുവിനെ പറഞ്ഞിട്ട് അള്ളാഹു അടുത്ത് പറയുന്നത് ആരെയാ? അള്ളാഹു പറയുകയാണ്, കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച നിന്നെ തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ. അല്ലാഹ് പറയുകയാണ്, തുമ്മ ജഅൽനാഹു നുത്ഫ, പിന്നീട് ഞാൻ ഒരു ഇന്ദ്രിയ തുള്ളിയായി, നിന്റെ പിതാവിന്റെ മുതുകിൽ നിന്നൊരു ഇന്ദ്രിയ തുള്ളിയായി. മനുഷ്യ, നീ എന്ന് പറഞ്ഞ ശൂന്യതേ, കാലില്ലാതിരുന്ന, കൈയില്ലാതിരുന്ന, ഒന്നുമില്ലാതിരുന്ന ശൂന്യതയായ നിന്നെ ഞാൻ പിന്നീട് കൊണ്ടുപോയി സ്ഥാപിച്ചത് എവിടെയാ? ഫീ ഖറാരിൻ മകീൻ, ഒരു സുരക്ഷിതമായ സ്ഥാനത്തല്ലയോ? അള്ളാഹുവിന്റെ ഖുർആൻ സുരക്ഷിതമായ സ്ഥാനമെന്ന് പറഞ്ഞത് അത് മാതാവിന്റെ ഗർഭാശയമാണ്, അത് ഉമ്മയുടെ ഗർഭാശയമാണ്. കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് നിന്നെ പടച്ച ഞാൻ പിന്നീട് നിന്നെ കൊണ്ടുപോയി ഞാൻ സ്ഥാപിച്ചത് എവിടെയാണ്? ലോകത്തൊരിക്കലും നിനക്ക് മറക്കാൻ കഴിയാത്ത ഒരു സ്പൂണ് ദ്രാവകം കൊള്ളാൻ വലിപ്പമുള്ള മാതാവിന്റെ ഗർഭാശയത്തിലല്ലയോ? എന്നിട്ട് അള്ളാഹു പിന്നീട് പറയുന്നത് എവിടെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് ഖുർആനിലെ ഒരായത്തുകളിൽ സൂറത്തുൽ മുഅ്മിനൂൻ എടുത്ത് പാരായണം ചെയ്യുമ്പോ, ഒരിക്കൽ കൂടി ഇനി ഖുർആൻ ഓതാൻ എടുക്കുമ്പോ ആ സമയത്ത് വാക്കവിയുടെ ഈ വാക്ക് മറന്നു പോകരുത്. ഈ ആയത്ത് കഴിയുമ്പോ പിന്നെയുള്ള ആയത്തുകളിൽ ഉമ്മാന്റെ മുഖം കാണണം. വല്ലാതെ നമുക്ക് വേണ്ടി കട്ടപ്പെട്ട് മുഖം കരിവാളിച്ചു പോയ, കൈകളിലെ തഴമ്പ് വീണു പോയ, എല്ലാ ആരോഗ്യവും നമുക്ക് വേണ്ടി മാറ്റിവെച്ച ഉമ്മയെ അടുത്ത ആയത്തുകളിൽ ഉമ്മയുടെ മുഖം കാണാൻ കഴിയുമ്പോ അള്ള പറയുകയാണ്, തുമ്മ ഖലഖനൻ നുത്ഫത അലക, പിന്നീട് ആ ഇന്ദ്രിയത്തുള്ളി ഉമ്മാന്റെ ഗർഭാശയത്തിൽ രക്തപിണ്ഡമായി. തുമ്മ ഖലഖനൻ നുത്ഫത അലക ഫഖലഖനൻ അലകത മുളഗ, പിന്നീട് ആ രക്തപിണ്ഡം മാംസപിണ്ഡമായി. ആ മാംസപിണ്ഡം പിന്നീട് എല്ലുകളായി, എല്ലുകളുടെ മുകളിലേക്ക് മാംസങ്ങളെ രൂപാന്തരപ്പെട്ട് അള്ളാഹു പറയുകയാണ്, സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ. അതാ മാനവ, 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും കഴിയുമ്പോ ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും കോലത്തിലും, നിന്നെ ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും കോലത്തിലും മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് നീ വെളിയിലോട്ട് വരികയല്ലേ? ആദ്യമായി പ്രിയപ്പെട്ട ഉമ്മയുടെ 2ാം ഭാഗം പറയുമ്പോ അള്ള ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നറിയുമോ? എപ്പോഴൊക്കെ നീ എന്നെ ഓർക്കുന്നുവോ, ഏതൊക്കെ സമയത്ത് നീ എന്നെ ഓർക്കുന്നുവോ, 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പടച്ചറപ്പിന്റെ ചാരത്തോട്ട് കടന്നു പോകുന്നത് പോലെ ആ സമയത്ത് നിന്റെ ദിവസത്തിന്റെ സർവ്വനേരങ്ങളിലും നിന്റെ സിട്ടിപ്പിന്റെ തുടക്കമായ നിന്റെ ഉമ്മയെ ഓർക്കണേ.
നിന്റെ മാതാവിനെ ഓർക്കണേ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഓർക്കണമേ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇനിയാണ് ഞാനൊരു സംഭവത്തിലോട്ട് കടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യുക, ആ അള്ളാഹിനോട് ചേർത്തിട്ടാണ് ഉമ്മയെ പറയുക. അതുകൊണ്ടാണ് ലോകത്തിന്റെ നായകൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് ഉണ്ടാവണം, സലാത്തിന് നല്ല വീര്യം ഉണ്ടാവണം. അത് നമ്മുടെ ദുആ സ്വീകരിക്കാൻ എത്രയോ പ്രയാസങ്ങളുള്ളവരാണ്. നമുക്ക് ദുആ ചെയ്ത് പിരിയണ്ടേ? അള്ളാഹു നല്ല ഒരു ദുആയോടെ പിരിയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ എന്താ സലാത്ത് ഇല്ലാത്തത്? എന്തേ? തൃശ്ശൂരുകാരുടെ ഒരു ഭാഷയുണ്ട്, ലോകത്താ ഒരു ഭാഷ തൃശ്ശൂരല്ലാതെ പറഞ്ഞിട്ടില്ല. സാധാരണ ഈ ഭാഷയെ കുറിച്ച് പറയുമ്പോ നമ്മൾ സാധാരണ, ഞാൻ അടുത്ത ഭാഗം നന്നായിട്ട് കേൾക്കണേ, മാതാവിനോടുള്ള കടമ പൂർത്തീകരിക്കാതെ അള്ളാഹിനോടുള്ള ഇബാദത്ത് പൂർത്തീകരിക്കപ്പെടില്ലെന്ന്. ഇതെവിടെന്നാ കിട്ടിയത്? ഇത് ഖുർആന്റേതാണ്. അള്ളാഹ് പിന്നെ ഉമ്മ. അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനും തളർന്നുപോയത് ഉമ്മയുടെ മുമ്പിലാണ്, പരീക്ഷിക്കപ്പെട്ടത് ഉമ്മയുടെ മുമ്പിലേക്ക്. അള്ളാഹു നല്ല ബോധം നൽകട്ടെ, അള്ളാഹു നല്ല ബോധം നൽകട്ടെ. ആമീൻ. ബോധം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നല്ല ബോധം എല്ലാവർക്കും ഇല്ല. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. വലിക്കണ പാക്കറ്റിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും വലിച്ചു തള്ളും. എന്താ കാര്യം? ബോധമുണ്ട്, പക്ഷെ സ്വബോധമില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഏത് ബിവറേജസിന്റെ ഫ്രണ്ടിലുമുണ്ട്, പക്ഷെ എന്നിട്ടും അവിടെ ക്യൂ ഉണ്ടാകുന്നുണ്ട്. ബോധമുണ്ട്, പക്ഷെ എന്തില്ല? സ്വബോധമില്ല. ഇതെനിക്ക് ഹാനികരമാണെന്നറിയില്ല. പലിശ മേടിക്കരുതെന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ടും മേടിക്കണത്. സ്വർഗത്തിൽ പോകില്ല എന്ന് ബോധമുണ്ട്, പക്ഷെ സ്വബോധമില്ല. ആ സ്വബോധത്തിന് 2 കണ്ണ് പോരാ, 4 കണ്ണ് വേണം. പുറകിലും മുകളിലും ഒക്കെ കണ്ണ് വേണം. കടമ്മനിട്ടയുടെ ഒരു കവിതയുണ്ട്, കണ്ണു വേണം ഇരുഭാഗങ്ങളിലെപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്നൊരു ഉൾക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. മുകളിലും താഴെയും പുറകിലും മുമ്പിലും ഒക്കെ കണ്ണ് വേണം. ആ കണ്ണിന്റെ ഉള്ളിലൊരു കണ്ണ് വേണം. ആ കണ്ണാണ് അകക്കണ്ണ്. ഖുർആൻ എപ്പോഴും പറയുന്ന, അള്ള പറയുന്നത് കണ്ണുണ്ടാവണമെന്നല്ല, പിന്നെന്താ? ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ. ഖുർആൻ നോക്കിയാൽ കാണാം, ഇതിൽ ഒരു സംഭവം എന്നിട്ട് അള്ള പറയും, അകക്കണ്ണുള്ളവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. എപ്പോന്ന് പറഞ്ഞാൽ കണ്ണുള്ളവർ അകക്കണ്ണുണ്ടാവണം. അള്ളാഹു അകക്കണ്ണ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ നല്ലവരാക്കി തരട്ടെ. തൃശ്ശൂർ കേരളത്തിന്റെ സാംസ്കാരിക ജില്ലയാണ്, സാംസ്കാരിക ജില്ല. പക്ഷെ ഒരു സാധാരണ ആളുകൾ, ഭാഷ വിലയിരുത്തുന്ന ആളുകൾ പറയുക, തൃശ്ശൂരുകാരുടെ ഭാഷയ്ക്കൊരു അകലം ഉണ്ടെന്നാണ്, അകലം ഉണ്ടെന്നാണ്. ഇപ്പൊ തൃശ്ശൂര്, ഞാൻ പലപ്പോഴും മലപ്പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മിക്കപ്പോഴും തൃശ്ശൂർ വഴി തെറ്റും. അപ്പൊ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് റോഡിൽ നിൽക്കുന്ന ഒരാളോട്, മാഷെ, തൃശ്ശൂരുകാരുടെ ഭാഷയാണല്ലോ, മാഷെ അത് എന്തേ? ആ എന്തേന്ന് ചോദിക്കുമ്പോ ഒരു അകലം ഉണ്ടാവൂലേ? എന്താ കാക്ക? അവര് സമ്മതിച്ചേരില്ല. സാധാരണ ഒരു ഭാഷാ നിരൂപകര്, ഞാൻ വായിച്ച ഒരു ഭാഷാ നിരൂപകനാണ്, അവര് എന്തേ, അവരോട് നീളമുണ്ട്, അവരകലം. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ അഷ്റഫ് സാറിനോട് ചോദിച്ചു നോക്ക്, തിരുവനന്തപുരത്ത് പോവാ, റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഒരു ആളോട് വഴി ചോദിച്ചാ, ആ മണക്കാട് പള്ളിയിൽ പോണ വഴിയത് എന്തരടെ അപ്പി? ആ ചോദ്യത്തിൽ എന്നിട്ട് ഒരു ഭയങ്കര അടുപ്പുണ്ട്, ഒരു സ്നേഹം. നിങ്ങളെ നിങ്ങൾ അനുഭവിച്ചു നോക്കി. അവിടെ വന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ അവരോട് ചോദിക്കും, എന്തരടെ അപ്പി? അപ്പോ അത് മോനെ അപ്പി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടേ. ഭയങ്കര സ്നേഹമാണത്. അപ്പി എന്ന് പറഞ്ഞാൽ ചെറിയ, അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ. അത് വളരെ ചെറിയ ആളുകളെയും മുതിർന്ന ആളുകളെയും തിരുവനന്തപുരത്ത് അപ്പിന്ന് വിളിക്കും. നിങ്ങൾക്ക് മലബാർ, അതെനിക്ക് മനസ്സിലായി. മലബാറിന്നൊരു, അതെനിക്ക് മനസ്സിലായി. ഞാൻ മലബാറിന്നൊരു പയ്യൻ പെണ്ണ് കാണാൻ തിരുവനന്തപുരത്ത് വന്നു. അപ്പോ ചായ ഇട്ട് കൊടുത്തു പെണ്ണിന്റെ വീട്ടുകാരെ. മലബാറുകാരാണ് കൂട്ടര്, ആൺകൂട്ടര്. അപ്പൊ പെണ്ണിന്റെ ഉമ്മ വെറുതെ സൗഹൃദ സംഭാഷണത്തിൽ ചോദിച്ചു, എന്റെ അപ്പി ഇട്ട ചായ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പിന്നെ ബാക്കി കഥ പറയണ്ടല്ലോ, കുടിച്ചവരൊക്കെ ഛർദിച്ച്. കാരണം അപ്പി എന്ന് പറഞ്ഞ സാധനം വേറെയാണ് ഇവിടെ.
ഒരു സാംസ്കാരിക നഗരമാണ് തൃശ്ശൂര്. ആ തൃശ്ശൂര് എന്തേന്ന് ചോദിക്കൊരു അകലെ ഉണ്ടെന്നാ പറയും. പക്ഷെ ഞാൻ പരിചയിച്ചിടത്തോളം നല്ല സ്നേഹമുള്ളവരാ. ഇപ്പൊ ഇവിടെ വെച്ചതല്ലേ പറയാൻ പറ്റൂ. പക്ഷെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളെ എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത ധാരാളം സുഹൃത്തുക്കൾ എനിക്ക് നൽകിയ നാടാണ് തൃശ്ശൂർ. ധാരാളം ആളുകൾ ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കുന്ന ധാരാളം ആളുകൾ. ഗസാലി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഗസാലിയിലൂടെയാണ് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടായത്. അള്ളാഹു ബന്ധത്തിൽ എത്തി തരട്ടെ. ഖാദർഖാന്റെ അടുത്ത സുഹൃത്തൻ. ആ ഒരു ഭാഷയ്ക്ക് അകലം ഉണ്ടെങ്കിലും കൽബിന് അകലം വളരെ കുറവാണ്. ഖത്തറിൽ എന്റെ 2 സുഹൃത്തുക്കളുണ്ട്, ഇബ്രാഹിം കുട്ടി സാഹിബ്, അബ്ദുൽ ഖാദർ സാഹിബ്. വളരെ അടുത്ത ഒരു ജന്മത്തോളം എന്താ പറയുക, ഒരു ജന്മത്തിനപ്പുറത്തേക്ക് വളർന്ന ഒരു ബന്ധം കുറച്ച് നാളുകൾക്കുണ്ട്. അള്ളാഹു ഒരു ആഗ്രഹങ്ങൾ സബലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നല്ല ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിപ്പോ സ്നേഹം ഭാഷയിലല്ല എന്ന് പഠിപ്പിച്ചു തന്നു. ഒരു വാക്കുകളിൽ സ്നേഹം എന്ന് പറയുന്നത് ഭാഷയിലല്ല, ആ ഭാഷയ്ക്കപ്പുറത്തേക്ക് നടന്നു പോകുന്ന വഴികളിൽ ഒരു സ്നേഹം നൽകാൻ ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ സ്നേഹം എന്നത് ഏറ്റവും വലിയൊരു വികാരമാണ്. ആ സ്നേഹം നൽകാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവന്റെ ഇബാദത്ത് പോലും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുനാവിലൂടെയാണ് വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം നിർവഹിക്കുമ്പോ നിസ്കാര തണമ്പുകളുടെ അപ്പുറത്തേക്ക്, അവന്റെ സദക്കകളുടെ, അവന്റെ ഹജ്ജിന്റെ എല്ലാ മാനങ്ങൾക്കപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. നീ അള്ളാഹുവിന്റെ മുമ്പിൽ എത്രത്തോളം നീ കുനിഞ്ഞു കിടന്നുകൊണ്ട് നമസ്കരിച്ചാലും അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്. കുറെ കാലങ്ങൾക്ക് മുമ്പ് ബനു ഇസ്രായേൽ സമൂഹത്തിൽ ഒരു വല്ലാത്ത മനുഷ്യനുണ്ടായിരുന്നു അത്രേ. എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ട് പരിചയിച്ച് തരംപിച്ചു പോയതാണ്. ആ മനുഷ്യൻ ജനങ്ങളോടുള്ള സംസർഗം ഒഴിവാക്കി എപ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യണം, എപ്പോഴും ദിക്റിൽ മുഴങ്ങണം, എപ്പോഴും അള്ളാഹുവിന്റെ ഇബാദത്തിലാകണം, എല്ലാ മനുഷ്യരോടുള്ള സംസർഗങ്ങളോട് വിട പറഞ്ഞ് ആ മനുഷ്യനൊരു പർണശാല, കാരണത്തിന്റെ നടുവിൽ ആരും കടന്നു വരാത്തൊരു പർണശാലയിൽ 24 മണിക്കൂറും അള്ളാഹുവിനുള്ള ഇബാദത്ത് മാത്രം, എപ്പോഴും സഹോദരങ്ങളെ വിരൽ തുമ്പിൽ തസ്ബീഹ് മാത്രം, എപ്പോഴും അവന്റെ ജീവിതത്തിൽ ഇബാദത്തുകൾ മാത്രം. മനുഷ്യന്റെ സംസർഗമില്ല, ഭാര്യയോട് സംസർഗമില്ല, പുത്രകളത്രാദികളോട് ബന്ധുമിത്രാദികളോട് ബന്ധങ്ങളില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഏത് ഇബാദത്തുകളാകട്ടെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നതേടാ. ആ മനുഷ്യൻ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ട ഉമ്മ കാണാനെത്തിയത്. ആ മനുഷ്യനല്ലേ ചരിത്ര പ്രസിദ്ധനായ ജുറൈജ്, ആ മനുഷ്യനല്ലേ ചരിത്ര പ്രസിദ്ധനായ ജുറൈജ്. അയാള് നമ്മളെ പോലെ ആയിരുന്നില്ലല്ലോ, പരിമിതമായി ഇബാദത്തായിരുന്നില്ലല്ലോ. കാനനത്തിന്റെ നടുവിൽ ആരും കടന്നു വരാത്ത കൊടുങ്കാടിന്റെ നടുവിൽ ആയുസ് മുഴുവനും പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത ആ മകനെ കാണാനാണ് പ്രിയപ്പെട്ട ഉമ്മ എത്തിയത്. അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുകയാണ്. അള്ളാഹു അക്ബർ എന്ന് പടച്ചറപ്പിന്റെ മുമ്പിലാ. ആ സമയത്താണ് കാനനത്തിന്റെ നടുവിൽ വന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മ വിളിക്കുന്നത്, മോനെ ജുറൈജേ, മോനെ ജുറൈജേ. എവിടെയാണ് നിൽക്കുക? ഉമ്മ പ്രസവിച്ച മക്കളാണെങ്കിൽ $10 തിളക്കത്തിനപ്പുറത്തേക്ക് ഉമ്മയുടെ കനിവാണ് ജീവിതത്തിന്റെ പച്ചത്തുരുത്തെന്ന് മനസ്സിലാക്കാൻ. ഉമ്മയില്ലെങ്കിൽ ഒന്നുമില്ല, ഉപ്പയില്ലെങ്കിൽ ഒന്നുമില്ല. അവരുടെ ദുആയാണ് ജീവിതത്തിന്റെ എന്നെ മുന്നോട്ടുള്ള പ്രയാണമെന്ന് തിരിച്ചറിയാൻ പെങ്ങളെ കഴിയുന്നുവെങ്കിൽ, സഹോദരങ്ങളെ കഴിയുന്നുവെങ്കിൽ പടച്ചറപ്പിന്റെ മുമ്പിലാണ് നിൽക്കുക. ജുറൈജ് വിളി കേട്ടില്ല റളിയല്ലാഹു അൻഹു. രണ്ടാമതും ഉമ്മ വിളിച്ചു, മോനെ ജുറൈജേ, മോനെ ജുറൈജേ, വിളി കേൾക്കുക. രണ്ടാമതും വിളി കേട്ടില്ല. ജുറൈജ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുമ്പിലാണ്. ഉമ്മയുടെ മനസ്സ് നൊന്തു, ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും അല്ലാഹുവേ ഞങ്ങളുടെ നാവിലോ ഞങ്ങളുടെ പ്രവൃത്തിയിലോ നീ വരുത്തല്ലേ തമ്പുരാനെ, നീ വരുത്തല്ലേ തമ്പുരാനെ. കാരണം ആഖിറത്തിൽ ഞങ്ങൾ കാണേണ്ടതല്ലേ, ഖബറിൽ പിടിമണ്ണ് മാറിയിട്ടാലും ഞങ്ങൾ കാണേണ്ടതല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. അവിടേക്കാണ് ഞാൻ വരിക. അമ്മയുടെ മനസ്സ് നൊന്തു.
ഈ പ്രവാസ മണ്ണിൽ 1000 പ്രതിസന്ധികൾ, 1000 പ്രയാസങ്ങൾ, 1000 ബുദ്ധിമുട്ടുകൾ. അല്ലാഹുവേ, എവിടെയാണ് ഞാനിത് പറഞ്ഞു തീർക്കേണ്ടത്? കബ്സേ കടീകയാറബ് ഉമീദ് കേ സഹാറേ. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു ഉസ്താദേ എന്ന് പറഞ്ഞ ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോ മുതൽ കണ്ട എത്രയെത്ര പ്രവാസികൾ. പറയാനുള്ളത് കണ്ണീരിന്റെ കനവുകൾ മാത്രം. അള്ളാഹുവിന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. ആദ്യമായിട്ടൊരാത്മപരിശോധന നടത്തുക. ഉമ്മയുടെ മനസ്സു നൊന്തപ്പോ ഇത് ചരിത്രം വെറുതെ കേട്ട് പറഞ്ഞു പോകാനുള്ളതല്ല. ചരിത്രം മഹാനായ ഒരു അധ്യാപകനാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഉമ്മയുടെ മനസ്സു നൊന്തു. മകനെവിടെയാണ്? ഇബാദത്തിലാണ്. ഒരു വേശ്യ പെണ്ണിനെ കൊണ്ട് അല്ലാഹു നിന്നെ പരീക്ഷിക്കട്ടെ മോനെ, അല്ലാതെ നീ ലോകത്ത് നിന്ന് വിട പറയില്ല. ഉമ്മയുടെ ശാപമാണ്, ഉമ്മയുടെ ശാപമാണ്. ഒരു വേശ്യ പെണ്ണിനെ കൊണ്ട് അല്ലാഹു നിന്നെ പരീക്ഷിക്കാതെ നീ ലോകത്ത് നിന്ന് വിട പറയില്ല മകനെ. ആരോടാണ് പറയുന്നത്? ഉമ്മയുടെ വിളി കേൾക്കാതിരുന്നത് എപ്പോഴാ? ജോലി തിരക്കിലല്ല, പടച്ചറപ്പിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോ. പ്രിയപ്പെട്ട മാതാവിന്റെ വിളിക്കുത്തരം നൽകാതെ വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ ഇബാദത്തിന്റെ ആരാധനയുടെ കൊടുമുടി കയറിയ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് അദ്ദേഹം ഏറ്റവും വലിയ ആരോപണത്തിന് വിധേയനാകേണ്ടി വന്നു എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തതാരാ? ഇത് ഹെലൻ കെല്ലറിന്റെ കഥയല്ല, ഇത് മേരി ഷെല്ലിയുടെ കാൽപ്പനിക കഥയല്ല. ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ, മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ, ലോക ചരിത്രത്തിൽ ഇബാദത്തിന്റെ കൊടുമുടി കയറിയ മനുഷ്യന് ഉമ്മാന്റെ മനസ്സ് വേദനിച്ചപ്പോ അയാൾ ജീവിതത്തിൽ ആളുകൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു, അയാളുടെ വീട് അഗ്നിക്കിരയാക്കി. ആ മനുഷ്യനെ വ്യഭിചാരി എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞോടിച്ചു. പിന്നീട് ജുറൈജിനെ ഈ മാതാവിന്റെ ശാപമേറ്റപ്പോ. അതുകൊണ്ട് ഈ പ്രവാസത്തിന്റെ മണ്ണിലൂടെ നടന്നു പോകുന്ന പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. എന്റെ ഉമ്മ എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞ് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഉമ്മയുടെ കണ്ണ് നിറയാൻ ഞാൻ എന്തെങ്കിലും കാരണക്കാരനായിട്ടുണ്ടോ? വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അവന്റെ ദുനിയാവിൽ അവന് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഞാനല്ല, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ ദുനിയാവിന്റെ ജീവിതത്തിൽ ആഖിറത്തിലല്ല, മരണശേഷമല്ല. പെങ്ങളെ, ഉമ്മയോടെ കണ്ണ് നിറയാൻ നമ്മുടെ ഒരു വാക്ക് കാരണമായിട്ടുണ്ടോ? അവൻ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറയുന്നത് വെറുതെയല്ല, വെറുമൊരു വാക്കല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളെ വിട്ടൊഴിയാതെ വരുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ, ആദ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കും. ഇങ്ങോട്ട് നോക്കി പോവാ. അള്ളാഹു ആരോഗ്യത്തിൽ ദീർഘായുസ്സ് തരട്ടെ. ഇപ്പൊ ഇന്ത്യൻ അസോസിയേഷനെ തെരഞ്ഞെടുപ്പ് കടക്കണം, എല്ലാവരും നല്ല തിരക്കിൽ. ആ തിരക്കിലും നമ്മുടെ ഇവിടെ എത്തിയ നമ്മുടെ വിശിഷ്ടാതിഥികൾ അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു KMCCയുടെ പ്രവർത്തനങ്ങൾ, ഞാൻ ഖത്തർ KMCCയുടെ ഒരു പരിപാടിക്ക് പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യഥാർത്ഥത്തിൽ ജീവകാരുണ്യം എന്താന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ വല്ലാതെ അത്ഭുതത്തോടെ നിന്നുപോയ ഒരു പ്രവർത്തനമാണ് KMCCയുടെ പ്രവർത്തനം. ഞാനൊരു രാഷ്ട്രീയ ചായ്വിൽ പറയുന്നതല്ല, നല്ലത് കണ്ടാൽ അതിനെ അഭിനന്ദിക്കുക എന്നുള്ളൊരു മനുഷ്യന്റെ ഗുണമാണ്. ഇല്ലെങ്കിൽ അവൻ മനുഷ്യനാവില്ല. ഒരു നന്മ കണ്ടാൽ ആ നന്മയെ അപ്രിഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ മനുഷ്യന്റെ ഗുണമുള്ളവനല്ല. എത്രയോ ആളുകൾ പ്രവാസത്തിലൂടെ അവസാന രോഗാതുരായി കടന്നു പോകുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടന ഉണ്ടെങ്കിൽ അത് KMCC മാത്രം. അള്ളാഹുവിനെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല ഖൈറും ബറക്കത്തും നിലനിർത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രവാസ മണ്ണിൽ എത്രയോ ആളുകളുടെ അടുപ്പിൽ തീ പുകയുന്ന മണ്ണാണിത്. ഇതിന്റെ ഭരണാധികാരികൾ, ഷാർജയുടെ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ അൽ ഖാസിമി, അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വദല്ലല്ലാഹുൽ ആലി ദാമത്ത് ബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ വിശാല മനസ്കതയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ തീ പുകഞ്ഞത്. നമ്മുടെ പെങ്ങന്മാർക്ക് വിവാഹത്തിന്റെ സ്വപ്നങ്ങൾ ഉണ്ടായത്,
നമ്മുടെ നാടുകളിൽ ദറസുകളും അറബി കോളേജുകളും ഒക്കെ ഉണ്ടായത്. ഗൾഫുകാരനെ വല്ലാതെ പറയുമ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഗൾഫുകാരനാണ് നമ്മുടെ നാടിനെ ഒരു 50 വർഷവും കൂടി മുമ്പോട്ട് ചലിപ്പിച്ചത്. അവന്റെ ഈ വേർപ്പാണ്. ആ വേർപ്പ് പലരുടെ ജീവിതത്തിലേക്ക് സാന്ത്വനമായി എത്തുമ്പോ ഒരു കാര്യത്തിൽ നാട്ടിലെ ഏതൊരു മുസ്ലിയാർക്കും ഒരു വീട് വെക്കണമെങ്കിൽ അവൻ ആദ്യം ചിന്തിക്കുക, ഒന്ന് ദുബൈയിൽ പോയിട്ട് വരാം, ഒന്ന് ഷാർജയിൽ പോയിട്ട് വരാം. ഏതൊരു പള്ളി പണിയണമെങ്കിലും കാരണം പ്രവാസിയുടെ കൈ വല്ലാത്ത വിശാലമായ കൈയാണ്. അള്ളാഹു നിലനിർത്തി നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇവിടെ എന്റെ പ്രിയപ്പെട്ട മക്കളോടാണ് ഞാൻ പറയുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ പറയും, ഉസ്താദ് എന്ത് ചെയ്തിട്ടും ഒരു കുണം പിടിക്കണില്ല, എന്തൊക്കെ ചെയ്തിട്ടും പുറകോട്ടാ. ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കിൻ, എന്റെ ഉമ്മയുടെ ശാപമോ അല്ലെങ്കിൽ എന്റെ ഉമ്മയുടെ എന്തെങ്കിലും ഒരു അനിഷ്ടം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കിൻ. ചിന്തിച്ചിട്ട് അങ്ങനെ അതെ എന്നൊരു ഉത്തരം കിട്ടുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് വകല് കഴിഞ്ഞാൽ ഫോണിലൂടെ എങ്കിലും ഉമ്മയോട് വിളിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ അതിൽ പൊരുത്തപ്പെട്ട് വന്നേക്കണം. ദുനിയാവിൽ അള്ളാഹു വല്ലാതെ പരീക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാവിന്റെ കണ്ണുനീര് നിറഞ്ഞാൽ ദുനിയാവിൽ അവനെ പരീക്ഷിക്കുമെന്നുള്ള കാര്യം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് പ്രവാസികളെ നാട് കടന്നിവിടേക്ക് വരുമ്പോ അള്ളാഹു സമ്പത്തിന്റെ മേഖലകൾ വിശാലമാക്കി നൽകുമ്പോ ജീവിതം വെറുതെ ഒന്ന് പച്ചപിടിക്കുമ്പോ കഷ്ടപ്പെട്ട് അതേ വരെ വളർത്തിയ ഉമ്മയെ മറന്നു പോകരുത്. വിവാഹം കഴിയുന്നതോടെ നമ്മുടെ ഉമ്മയെ നമ്മൾ കൈവിട്ട് കളയരുത്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഭർത്താക്കന്മാർ ഉമ്മയെ വിടുന്നു എന്നതാണ് പുതിയ പരാതി. പക്ഷെ ഭാര്യമാർക്കും അങ്ങനെ. ഞാൻ എന്റെ ഭാര്യയോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിനക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും കടപ്പാടും ആരോടാ? വെറുതെ ഒന്ന് മനസ്സറിയാൻ വേണ്ടി ചോദിച്ച ഗസാലി. എന്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു, ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാ? നിനക്ക് ഉമ്മയോടാണോ അതല്ല എന്നോടാണോ? ഈ കാസറ്റ് ഇറക്കുമ്പോ എഡിറ്റ് ചെയ്തിട്ട് എന്റെ തന്നിട്ട് ഇറക്കാവുള്ളേ, വീട്ടിൽ എത്തരുത്. അല്ല പിന്നെ ആ ഷാർജയിൽ തന്നെ ഞാൻ വീട്ടിൽ പോകലാന്ന് പറയേണ്ടി വരും, നിങ്ങൾ പിന്നെ നോക്കേണ്ടി വരും. അപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്റെ ഉമ്മയോടാ. ഞാൻ പറഞ്ഞു നീ ആള് കൊള്ളാവില്ല, ഞാൻ ഇമ്മാതിരി നിന്നെ ഇവിടെ പുറകെ കിടന്നിട്ട് ഇപ്പൊ ഉമ്മയോടാ. ഞാൻ എന്താ കാര്യം? അപ്പൊ അവൾ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ എന്നെ കെട്ടുമ്പോ ഞാൻ 55 കിലോ ഉണ്ട്, ഇപ്പൊ നിങ്ങൾ എന്നെ കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ 57 2.5 വർഷം. അപ്പൊ ഈ 55 കിലോ വരെ എന്നെ വളർത്തിയത് ഉമ്മയല്ലേ? നിങ്ങളുടെ കൂടെ വന്നിട്ട് ആകെ 2 കിലോ മാംസത്തിനല്ലേ കടപ്പാടുള്ളൂ. യഥാർത്ഥത്തിൽ അതൊരു സത്യമല്ലേ? യഥാർത്ഥത്തിൽ അതൊരു നമുക്ക് ഒരു അനിഷ്ടത്തോടെ നമ്മൾ തോന്നിയാലും യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ അതൊരു സത്യമല്ലേ? യഥാർത്ഥത്തിൽ ഒന്നുമല്ലാതിരുന്ന കാലത്തിൽ നമ്മെ കൈപിടിച്ച് നടത്തിയതാര്? ഒന്നുമല്ലാതിരുന്ന ഷാർജയിലോട്ട് നീ വരുമ്പോഴോ അബുദാബിയിലേക്ക് വരുമ്പോഴോ ഒന്നുമല്ലാതിരിക്കുമ്പോ നിന്നെ നടത്തിക്കൊണ്ടുപോയി ഉമ്മയുടെ വല്ലാത്ത സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹമറിയാൻ കഴിയണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ടെലിഫോൺ കേബിൾ കുടിക്കാൻ വേണ്ടി വരുന്ന പാവപ്പെട്ട തമിഴ്നാട്ടിലെ അമ്മ, ആ അമ്മയുടെ ഓണത്തുമുണ്ട് വെറുതെ തുണിയുടെ തൊട്ടിലിൽ കെട്ടിത്തൂക്കി, പൊരിവെയിലത്ത് മരത്തണലിന്റെ കൊമ്പിൽ കെട്ടിത്തൂക്കിയ ഒരു കളിത്തൊട്ടിൽ, ആ തൊട്ടിൽ കിടന്ന് കുഞ്ഞിങ്ങനെ ഉറങ്ങുമ്പോ, കറുകറുത്ത തമിഴ് പെണ്ണിന്റെ കുഞ്ഞുറങ്ങുമ്പോ വല്ലാതെ ടെലിഫോൺ കേബിൾ കുടിക്കുന്നതിന്റെ ഇടയിലും ഓടി വന്ന് കരച്ചിൽ കേൾക്കുമ്പോ ആ സമയത്ത് അമ്മ തൊണ്ട നനച്ചിട്ടുണ്ടാവില്ല. ആ സമയത്തും ഓടി വന്നിട്ട് തൊട്ടിൽ കരയുന്ന തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വായിലേക്ക് അമ്മിഞ്ഞ പാല് നുകർന്നു കൊടുക്കുന്ന ഉമ്മ, ആ ഉമ്മയുടെ സ്നേഹത്തിന് എവിടെയാണ് പകരമുള്ളത്? പൊന്നുമോനെ, നടക്കാൻ കഴിയാതിരിക്കുമ്പോ, ഓടാൻ കഴിയാതിരിക്കുമ്പോ, ഏത് സമയത്തിലും കൈവെള്ളയിൽ താങ്ങി താങ്ങി നമ്മളെ എടുത്തുകൊണ്ടുപോയ ഉമ്മ. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ടൊരു സഹാബി ചോദിച്ചു, അത്രേ
യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങയുടെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എനിക്ക് ധർമ്മസമരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നബിയെ. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെടണം, എന്റെ ശരീരത്തിന്റെ രക്തങ്ങൾ ഒഴുകണം. അല്ലാഹുവേ, പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിയാവാൻ എനിക്ക് കൊതിയാണെന്ന്. രക്തസാക്ഷിയുടെ പ്രതിഫലമേടാ, അവന്റെ ശരീരത്തിന് ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ അവന്റെ ജീവിതത്തിന്റെ സർവ്വപാപങ്ങളും പൊറുക്കപ്പെട്ടു പോകുമെന്ന്. രക്തസാക്ഷിയുടെ പ്രതിഫലമാണത്. ആ പ്രതിഫലം ആഗ്രഹിച്ച് തന്റെ സവിധത്തിലോട്ട് വന്ന പ്രിയപ്പെട്ട സഹാബിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമേടാ, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ സഹാബി? നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ ഉമ്മ ജീവനോടെ ഇരിക്കുന്നുവോ? അതെ, എന്റെ ഉമ്മ ജീവനോടെ ഇരിക്കുന്നു. എന്നാ ഉമ്മയ്ക്ക് പോയി നീ സേവനം ചെയ്യുക. അതെന്റെ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാൾ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദാകുന്നതിനേക്കാൾ അള്ളാഹുവിൽ ഇഷ്ടപ്പെട്ടതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരങ്ങളെ,